ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ ഒരു ഇന്ത്യ മാർട്ടിൽ നിന്ന് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്തിട്ട് ആമസോണിൽ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു പ്രൊഡക്റ്റ് ഒരു 50 രൂപയ്ക്കോ 60 രൂപയ്ക്കോ നമ്മൾ ഇന്ത്യ മാർട്ടിൽ നിന്ന് മേടിക്കുക, പിന്നെ ഒരു 100, 150, 200 രൂപയ്ക്ക് ആമസോണിൽ വിൽക്കുക. ഈ രീതിയിലായിരിക്കും മിക്ക വീഡിയോസും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടായിരിക്കും പലരും ഈ ഒരു ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ വിൽക്കാനായിട്ട് തുടങ്ങുന്നത്. പക്ഷേ ഇതിന്റെ പുറകിൽ ഇതല്ലാതെ ഒരുപാട് കോസ്റ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് 100 രൂപയുടെ പ്രൊഡക്റ്റ് 200 രൂപയ്ക്ക് വിറ്റാൽ 100 രൂപ ലാഭം, ആ രീതിയിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പുറകിൽ ഒരുപാട് കോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റിന്റെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്, റെഫറൽ ഫീ വരുന്നുണ്ട്, ക്ലോസിംഗ് ഫീ വരുന്നുണ്ട്, ഷിപ്പിങ്ങിന്റെ ചാർജ് വരുന്നുണ്ട്, ഈ വിൽക്കുന്ന പ്രൈസിന്റെ മേലെ GST വരുന്നുണ്ട്, പിന്നെ പാക്കേജിന്റെ നമ്മൾ ഓരോ സാധനങ്ങൾ അയക്കുന്നതിന് പാക്കേജും സാധനങ്ങളൊക്കെ വേണമല്ലോ, ഈ പോളി ബാഗ് ആയിട്ടും അല്ലെങ്കിൽ ബോക്സ് ആയിട്ട് വേണം. അപ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് നമുക്ക് വരും. പിന്നെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് വരാം. നമുക്കിത് റിവ്യൂ റേറ്റിംഗ് ഒക്കെ ആയി നമ്മളെ സെർച്ചിൽ അതായത് പ്രൊഡക്റ്റിന്റെ വിസിബിലിറ്റി വരുന്ന വരെ നമുക്ക് എന്ത് ചെയ്യണം, ആമസോണിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ സ്റ്റോറേജിന്റെ കോസ്റ്റ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് സോഴ്സ് ചെയ്ത് സ്റ്റോർ ചെയ്യണമല്ലോ, അപ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം റിട്ടേണിന്റെ ലോസ്. നമ്മൾ ഈ പറഞ്ഞ സാധനം അങ്ങോട്ട് പോയിട്ട് വരില്ലല്ലോ, അപ്പോൾ റിട്ടേൺ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രൊഡക്റ്റ് പോകും. നമുക്ക് ക്ലെയിമും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷെ അത് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം. ആമസോണിൽ പിന്നെയും കിട്ടും, ഫ്ലിപ്കാർട്ടും മീഷോയ്ക്കും അതേ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്ലെയിം കിട്ടുക. അപ്പോൾ ഇതിന്റെ ലോസ്, അത് നമുക്ക് റിട്ടേണിന്റെ ലോസ്. അതുപോലെ തന്നെ റിട്ടേൺ വരുന്ന പ്രൊഡക്റ്റ് മാത്രമല്ല നമുക്ക് ലോസ് ആവുന്നത്, നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പാക്കിംഗ് മെറ്റീരിയൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ലോസും കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യുന്നതിന് പ്രോഫിറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ ഒരു ഇന്ത്യ മാർട്ടിൽ നിന്ന് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്തിട്ട് ആമസോണിൽ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും തന്നെ ചെയ്ത് പരീക്ഷിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്.